പിണറായി വിജയന്റെ സ്വപ്ന പദ്ധതിയായി ചിത്രീകരിക്കപ്പെടുന്ന കേരളിനെതിരെ ജനാധിപത്യ മുന്നണിയുടെ എംപിമാർ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ഒപ്പിടാതെ വിട്ടുനിന്ന കോൺഗ്രസ് എംപി ശശി തരൂരിന്റെ നിലപാട് ജനാധിപത്യ ജീവിതക്രമത്തിൽ ഗുണപരമായ മാറ്റമാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ഭാരതത്തിലും കേരളത്തിലും നിലവിലുള്ള കക്ഷി രാഷ്ട്രീയ ജീവിതക്രമത്തിൽ വല്ലാത്ത കല്ലുകടിയായി. ഇക്കാര്യത്തിൽ കോൺഗ്രസിലും ജനാധിപത്യ മുന്നണിയിലും ഒരേ അഭിപ്രായമല്ല ഉള്ളതെന്ന ചിന്ത പടർത്തുവാൻ തരൂരിന്റെ നിലപാടിലൂടെ പിണറായിക്ക് തുടക്കത്തിൽ സാധിച്ചുവെങ്കിലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിയുകയാണ്. കേരയിൽ പദ്ധതി വേണ്ടതുണ്ടോ, അത് സംസ്ഥാനത്തിന് പ്രയോജനകരമാവുമോ എന്ന ചിന്ത അനുദിനം ശക്തമാവുന്നുണ്ട്. കൃത്യമായ വിവരങ്ങളുമായി മുന്നോട്ട് വരാൻ സർക്കാരിനാവാത്തതും സർക്കാർ ഉന്നയിക്കുന്ന ന്യായീകരണങ്ങളെ അതേ നാണയത്തിൽ പൊളിച്ചെടുക്കുവാൻ പ്രതിപക്ഷത്തിനാകുന്നതുമായിട്ടാണ് ഇപ്പോഴുള്ള ചിത്രം. തരൂരാകട്ടെ വാ തുറക്കുന്നതുമില്ല. KPCC അധ്യക്ഷൻ കെ സുധാകരൻ മാത്രമല്ല, വയനാട്ടിൽ നിന്നുള്ള MP കോൺഗ്രസിന്റെ കിരീടം വെക്കാത്ത രാജാവ് രാഹുൽ ഗാന്ധി വരെ ഒപ്പിട്ട നിവേദനത്തിലാണ് ശശി തരൂർ ഒപ്പിടാൻ കൂട്ടാക്കാതിരിക്കുന്നത് എന്നത് ചെറിയ കാര്യമല്ല. അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യാറുള്ള ആളല്ലേ എന്ന ഒഴുക്കൻ പ്രതികരണമാണ് വളരെ അടുപ്പക്കാരോട് പോലും മുതിർന്ന നേതാക്കൾ പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. വികസന കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് പഠിച്ച ശേഷമേ സാധിക്കൂ എന്ന തരൂരിന്റെ ന്യായീകരണം മുഖവിലക്കെടുക്കുവാൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ തയ്യാറായിട്ടില്ല. തരൂർ നിലപാട് മാറ്റുമെന്ന് അദ്ദേഹം തീർത്തു പറയുന്നു. ഇത്തരം വിശ്വ പൗരനെ ചുമക്കുവാൻ കോൺഗ്രസിനാവില്ല എന്ന് കെ മുരളീധരനും പരസ്യമായി പറഞ്ഞു. കേരളത്തിലെ 11 ജില്ലകളിലെ ജനങ്ങളെ ബാധിക്കുന്ന കേരയിൽ പദ്ധതി ജനാധിപത്യ മുന്നണിക്ക് അധികാരം തിരിച്ചു പിടിക്കുവാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതായി ജനാധിപത്യ മുന്നണി നേതാക്കൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള വിരുദ്ധ സമരവുമായി ജനാധിപത്യ മുന്നണി ശക്തമായി മുന്നോട്ട് പോവുകയാണ്. തരൂരിന്റെ നിലപാട് ഉടൻ മാറും എന്ന് KPCC അധ്യക്ഷൻ പ്രസ്താവിച്ചെങ്കിലും ആ ദിശയിലുള്ള ഒരു നീക്കവും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയെ പ്രശംസിക്കുവാൻ കിട്ടിയ എല്ലാ അവസരവും അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. റെയിൽ പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കെതിരായ നിവേദനത്തോട് മുഖം തിരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ മുഖ്യമന്ത്രിയുടെ വികസന സമീപനങ്ങളെ പ്രശംസിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടിരുന്നു. അതിനുശേഷം ലുലു മാളിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പിണറായി വിജയനെ പ്രശംസിക്കാൻ മറന്നില്ല. പദ്ധതി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നീതി ആയോഗ് കേരളത്തിന് ഉയർന്ന സ്ഥാനം കൊടുത്തപ്പോഴും തരൂർ സോഷ്യൽ മീഡിയയിൽ ഉടനടി പ്രശംസിച്ചു. കോൺഗ്രസിലായതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് പരിതപിക്കുന്നവരും തരൂരിനെ പ്രശംസിക്കുന്നവരുമുണ്ട്. പ്രധാനമന്ത്രി നെഹ്റുവിന്റെ നിലപാടിനെതിരെ അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദും ആഭ്യന്തരമന്ത്രി വല്ലഭായ് പട്ടേലും എടുത്ത നിലപാടുകളാണ് അവർ ഉദാഹരിക്കുന്നത്. അതുപോലെ CPM-ൽ പിണറായിയും VS-ഉം തമ്മിൽ നടന്ന പോരാട്ടത്തെയും MV രാഘവന്റെ നേതൃത്വത്തിൽ നടന്ന ബദൽ രേഖ നീക്കങ്ങളെയുമാണ് ഉദാഹരണമായി കൊണ്ടുവന്നത്. അതാണ് ന്യായീകരണ തൊഴിലാളികളുടെ വൈഭവം. സോമനാഥ് ക്ഷേത്ര കാര്യത്തിൽ പട്ടേലും രാജൻ ബാബുവും എടുത്ത നിലപാടായിരുന്നില്ല നെഹ്റുവിൻ്റേത്. അതും ഇത്തരമൊരു പദ്ധതിയുമായി എങ്ങനെ തുലനം ചെയ്യാനാവും? CPM-ൽ ഒരു കാലത്ത് നടന്ന അധികാര വടംവലിയും ഇത്തരമൊരു പദ്ധതിയുമായി എങ്ങനെ തുലനം ചെയ്യാനാവും? മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ സാധ്യമായ എല്ലാ മാർഗവും ഉപയോഗിച്ച് കേരയിൽ പദ്ധതി നടപ്പാക്കുവാനുള്ള നീക്കത്തിലാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിമാരും അവരുടെ എല്ലാ ശേഷിയും ഉപയോഗിച്ച് കേരയിൽ പദ്ധതിക്ക് വേണ്ടി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് എത്തിക്കുന്ന 530 കിലോമീറ്റർ സെമി ഹൈസ്പീഡ് റെയിൽപാത കേരളത്തിന്റെ അടുത്ത 50 വർഷത്തെ ആവശ്യങ്ങൾ കണക്കിലെടുത്താണെന്ന് കേരയിൽ പരസ്യം. മന്ത്രിമാരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെല്ലാം ഇത് കാണാം. AK ആന്റണിയുടെ കാലത്ത് നിർദ്ദേശിക്കപ്പെട്ട എക്സ്പ്രസ് ഹൈവേക്കെതിരെ MP വീരേന്ദ്രകുമാർ കാണിച്ച അതേ ആവേശത്തോടെ പദ്ധതിക്കായി രംഗത്തിറങ്ങി വീരന്റെ പുത്രൻ ശ്രേയാംസ് കുമാറാണ് ഘടക കക്ഷികളിൽ നായക സ്ഥാനത്ത്. പക്ഷേ അദ്ദേഹം നയിക്കുന്ന മാതൃഭൂമി മാധ്യമ സ്ഥാപനങ്ങൾ അത്രയും ആവേശം കാണിക്കുന്നില്ല. മറ്റുള്ളവരാരും അത്ര ആവേശത്തോടെ രംഗത്തിറങ്ങിയിട്ടുമില്ല. പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ശക്തമായ പിന്തുണയോടെ മുഖ്യമന്ത്രി പാർട്ടിയിലുള്ള പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്താണ് എതിർ ശബ്ദങ്ങളെ നിഗ്രഹിക്കുന്നത്. പാർട്ടി കേരളത്തിന് വെളിയിൽ സ്വീകരിക്കുന്ന വികസന സമീപനങ്ങൾക്ക് ചേരുന്നതല്ലോ ഈ പദ്ധതി എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി കൊടുത്തുകൊണ്ടല്ല വായടപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിൽ സമാനമായ ബോംബെ അഹമ്മദാബാദ് ബുള്ളറ്റ് തീവണ്ടി പദ്ധതിക്കെതിരെ എന്തേ പാർട്ടി പ്രതിഷേധിക്കുന്നു എന്ന ചോദ്യത്തിനും ശരിയായ ഉത്തരമില്ല. പാർട്ടിയുടെ പത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിലെ ലേഖനങ്ങളും കേരയിൽ പോലുള്ള പദ്ധതിക്ക് എതിരാണല്ലോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്.
കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് 6 മണിക്കൂർ കൊണ്ട് ഓടിയെത്തുവാൻ ഇപ്പോൾ തന്നെ തീവണ്ടിക്കാവും എന്ന് വാദിക്കുന്നവരുണ്ട്. മംഗലാപുരം എക്സ്പ്രസ് ഇപ്പോൾ തന്നെ കാസർഗോഡ് നിന്നും തലസ്ഥാനത്ത് 11 മണിക്കൂർ കൊണ്ട് എത്തുന്നു. 45 സ്റ്റോപ്പാണ് കേരളത്തിൽ ആ തീവണ്ടിക്കുള്ളത്. 40 സ്റ്റോപ്പുകൾ ഉപേക്ഷിച്ചാൽ തന്നെ 5 മണിക്കൂറോളം ലാഭിക്കാം. സ്പീഡ് കൂട്ടുകയും കൂടി ചെയ്താൽ 1 മണിക്കൂർ പിന്നെയും ലാഭിക്കാം എന്നവർ പറയുന്നു. നിർദ്ദിഷ്ട റെയിൽവേ ലൈനിന് വേണ്ടുന്ന പ്രാഥമിക പഠന റിപ്പോർട്ട് തയ്യാറാക്കിയ സിസ്ട്രയുടെ പഠന സംഘത്തലവനായിരുന്ന ഇന്ത്യൻ റെയിൽവേയിലെ റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർ അലോക് വർമ്മ കേരയിൽ തെറ്റായ പദ്ധതിയാണെന്നും അതിനെ ന്യായീകരിക്കുവാൻ വലിയ വ്യഗ്രത കാണിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പഠിക്കാതെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം കാരണങ്ങൾ സഹിതം സ്ഥാപിക്കുന്നു. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും തീവണ്ടി പാതകളുടെ നിർമ്മാണത്തിൽ വിദഗ്ധനായ കൊങ്കൺ പാതയുടെ ശില്പി മലയാളിയായ ഇ ശ്രീധരൻ പദ്ധതിയെ സ്വാഗതം ചെയ്യുമ്പോഴും അത് സംബന്ധിച്ച് പറയുന്നതൊന്നും ശരിയല്ലെന്ന് ഉറച്ച നിലപാടുകാരനാണ്. പറയുന്നത്ര കാലം കൊണ്ടോ മുതൽ മുടക്ക് കൊണ്ടോ പദ്ധതി പൂർത്തിയാവില്ല എന്നും അതിലൂടെ യാത്ര ചെയ്യുന്നതിന് പറയുന്ന ചെലവല്ല ഉണ്ടാകുകയെന്നും ഇപ്പോൾ കണക്കാക്കുന്ന നേട്ടം ഉണ്ടാവില്ലെന്നും വാദിക്കുന്നു. എന്നിട്ടും ജനങ്ങളോട് വീട് കയറി പദ്ധതിയുടെ ഗുണം വിശദീകരിക്കുവാനുള്ള വലിയ പ്രചാരണ പദ്ധതിയാണ് CPM തയ്യാറാക്കുന്നത്. 5 കോടി രൂപയുടെ പുസ്തകമടിച്ച് വിതരണം ചെയ്യുന്നു. പെട്രോൾ വിലയിൽ കേന്ദ്ര സർക്കാർ കുറച്ച വിലയ്ക്കനുസരിച്ച് കുറവ് വരുത്താൻ പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം കഴിയാത്ത സർക്കാർ, KSRTCയിൽ ശമ്പള കുടിശ്ശിക വരുത്തുന്ന സർക്കാർ എന്തുകൊണ്ട് എങ്ങനെ ഇത്രയും വലിയ പദ്ധതി നടപ്പാക്കും എന്ന് ജനം സംശയിക്കുന്നു. ചെങ്ങറയിലെയും അരിപ്പയിലെയും ഭൂമി നഷ്ടപ്പെട്ടവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളായി സമരത്തിലാണ്. വെള്ളാർപാടം പദ്ധതിക്കായി 7 വില്ലേജുകളിൽ നിന്നും കുടിയിറക്കപ്പെട്ട 316 കുടുംബങ്ങളിൽ 52 പേർക്കാണ് ഇതുവരെ വീട് വയ്ക്കാനായത്. മുലമ്പള്ളിയിൽ നിന്നും കുടിയിറക്കിയവരെ പുനരധിവസിപ്പിക്കാത്ത, പ്രളയക്കെടുതിയിൽ വലഞ്ഞവർക്കായി ഉണ്ടാക്കിയ റീബിൽഡ് കേരള എവിടെ എത്തിയെന്ന് പറയാത്ത സർക്കാരിനെ എങ്ങനെ വിശ്വസിക്കും എന്ന ചോദ്യം ശക്തമാണ്. നാട്ടിലെ പൗരപ്രമുഖന്മാരുടെ എല്ലാം യോഗം വിളിച്ചുകൂട്ടി മുഖ്യമന്ത്രി തന്നെ അവരുമായി സംസാരിക്കുന്നു. വലിയ പോലീസ് സുരക്ഷയിലാണ് സമ്മേളനം നടക്കുന്നത്. കോവിഡ് വിലക്കുകളും നീക്കിയാണ് പരിപാടി. പദ്ധതി വരുമ്പോൾ പെരുവഴിയിലാകുന്നതും സ്ഥലവും വീടും നഷ്ടപ്പെടുന്നതൊന്നും മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ നഷ്ടപ്പെടുന്നവരിൽ സമ്മേളനത്തിന് എത്തിപ്പെടാനായവർ ചോദിക്കുന്ന ഏറ്റവും കൃത്യമായ ചോദ്യമുണ്ട്. നഷ്ടപരിഹാരം എത്ര നാളിനകം കിട്ടും? അതിന് കൃത്യമായ മറുപടിയുമില്ല. കൂടും കുടുക്കയുമായി വഴിയിലേക്ക് ഇറങ്ങുന്നവർക്ക് പെരുവഴി തന്നെ ആധാരമാവില്ലേ? ഇതെല്ലാമാണ് വിഷയങ്ങൾ. ഈ സത്യം തന്നെയാണ് ജനാധിപത്യ മുന്നണിക്ക് ആവേശം പകരുന്നതും. പദ്ധതി നടപ്പാക്കുന്നതിന് സർക്കാർ കാണിക്കുന്ന അമിതാവേശം പോലെ പദ്ധതിയുടെ കാര്യങ്ങളെല്ലാം രഹസ്യമാക്കി സൂക്ഷിക്കുന്നതിനും സംശയം വളർത്തുന്നു. പദ്ധതിക്കെതിരെ ശക്തമായ എതിർപ്പുയർത്തുന്ന മുസ്ലിം ലീഗിനെതിരെ പിണറായി തന്നെ നടത്തുന്ന കടന്നാക്രമണങ്ങൾ കേരയിൽ സമരം കടുക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് സൂചിപ്പിക്കുന്നത്. കേരളിനെ എതിർക്കുന്ന ലീഗിനെ വർഗീയ ശക്തിയാക്കി താറടിക്കുവാനുള്ള നീക്കത്തിലാണ് മുഖ്യമന്ത്രി. തരൂരിന്റെ നിലപാടിനെ കോൺഗ്രസുകാരും ജനാധിപത്യ മുന്നണിക്കാരും മാത്രമല്ല, ഇടതു മുന്നണിയിലെ CPI പോലും അത്ര നല്ല നിലയിലല്ല കാണുന്നത്. തരൂർ അത്തരമൊരു നിലപാടെടുത്തത് എന്തെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുവാൻ കാനം രാജേന്ദ്രൻ പറഞ്ഞത് അർത്ഥഗർഭമാണ്. ഇടതു മുന്നണി നൽകുന്ന ഇത്തരമൊരു നിവേദനത്തിൽ ഒപ്പിടാൻ ഒരു CPI-കാരൻ MP വിസമ്മതിച്ചാൽ തനിക്ക് അംഗീകരിക്കാനാവുമോ എന്ന് കാനം ചിന്തിച്ചിരിക്കണം. പണ്ട് കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിലുണ്ടായ സ്പ്രിംഗ്ലർ ഇടപാടിൽ CPI-ക്കാണ് സംശയമുണ്ടായത്. അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കാര്യക്കാരായിരുന്ന കുപ്രസിദ്ധനായ ശിവശങ്കർ MN സ്മാരകത്തിലെത്തി കാനത്തിനോട് എല്ലാം വിശദീകരിച്ചതാണ്. 3-ാം പക്കം അദ്ദേഹം ജയിലിലുമായി. പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. സ്വച്ഛ് ഭാരതുമായി നരേന്ദ്രമോദി വന്നപ്പോൾ തരൂർ മോദിയുടെ വികസന നയങ്ങളെയും പ്രശംസിച്ചിരുന്നു. പക്ഷേ ആ സ്നേഹം ഏറെക്കാലം നിലനിന്നില്ല. തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറുടെ മരണം സംബന്ധിച്ച കേസുമായി BJP-ക്കാർ മുന്നോട്ട് പോയതോടെ തരൂരിന്റെ മോദി സ്തുതികൾ മാറി. അതുപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും തരൂരിന്റെ പിണറായി സ്തുതി വികസന സമീപം മാറിയേക്കാം. തരൂരിന്റെ നിലപാടുകൾ തരുന്ന സൂചന കൃത്യമാണ്. അദ്ദേഹം അംഗമായ കോൺഗ്രസിന്റെയും ജനാധിപത്യ മുന്നണിയുടെയും നേതൃത്വം വല്ലാതെ ദുർബലമായിരിക്കുന്നു. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ പടനീക്കം നടത്തുന്ന 23 ദേശീയ നേതാക്കളിൽ ഒരാളാണ് തരൂർ. ഇപ്പോഴുള്ള നേതൃത്വത്തിനും അവരുടെ ശൈലിക്കും കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാനാവില്ല. അതുകൊണ്ട് കേരയിൽ പദ്ധതി കാര്യത്തിലും തനിക്കുള്ള വ്യത്യസ്ത നിലപാടിലൂടെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പോക്കിൽ ദേശീയ തലത്തിൽ ശക്തമാകുന്ന ഭിന്നതയുടെ അടയാളം കൂടിയാവുകയാണ് തരൂരിന്റെ നിലപാട് എന്ന് കരുതുന്നവരുമുണ്ട്.
ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി ഇന്നും കോൺഗ്രസ് തന്നെയാണ്. രാജ്യത്ത് 763 MLA-മാരും 52 ലോകസഭാ അംഗങ്ങളും 34 രാജ്യസഭാ അംഗങ്ങളും അവർക്കുണ്ട്. 6 സംസ്ഥാനങ്ങളിലും കോൺഗ്രസും സഖ്യകക്ഷികളുമാണ് ഭരിക്കുന്നത്. 12 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആണ് മുഖ്യ പ്രതിപക്ഷം. ഒരു പാർട്ടിയും ഇതിനടുത്തില്ല. എങ്കിലും കോൺഗ്രസ് രക്ഷപ്പെടില്ലെന്ന ഭീതി കൊണ്ട് ആത്മരക്ഷയ്ക്കായി സ്വന്തം വഴികൾ തേടുന്നവർ കൂടുകയാണ്. ദേശീയ നേതൃത്വം ദുർബലമായ കാലങ്ങളിലെല്ലാം ഇതായിരുന്നു കോൺഗ്രസുകാരുടെ രീതി. രാഷ്ട്രപതി പദത്തിലേക്ക് ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ നീലം സഞ്ജീവ് റെഡ്ഡിക്കെതിരെ VV ഗിരിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അവരെ പ്രധാനമന്ത്രി പദത്തിലെത്തിച്ച K കാമരാജിനെയും അദ്ദേഹത്തെ തുടർന്ന് പാർട്ടി അധ്യക്ഷനായ നിജലിംഗപ്പയെയും തള്ളി പാർട്ടിയിലും സർക്കാരിലും ശക്തിയാവുകയും ചെയ്തതോടെ ഔദ്യോഗിക പാർട്ടിയിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ ഇന്ത്യയുടെ പക്ഷത്തേക്ക് ഒഴുകിയതും കാമരാജ് നിജലിംഗപ്പ സംഘത്തിന് അധികാരം കിട്ടില്ല എന്ന് വന്നതുകൊണ്ടായിരുന്നു. പിന്നീട് 1976-ൽ അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇന്ദിര പുറത്താക്കപ്പെടുകയും ഇന്ദിര പാർട്ടി പുലർത്തുകയും ചെയ്ത കാലത്തും ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന K ബ്രഹ്മാനന്ദ റെഡ്ഡി നയിച്ച ഔദ്യോഗിക വിഭാഗത്തോടൊപ്പമായിരുന്നു നേതാക്കളിൽ അധികവും. പക്ഷേ ഇന്ദിരയാവും ജയിക്കുകയെന്ന് തിരിച്ചറിഞ്ഞതോടെ എല്ലാവരും ഇന്ദിരയുടെ ക്യാമ്പിലെത്തി. കേരളത്തിലെ കോൺഗ്രസുകാരിൽ CM സ്റ്റീഫൻ മാത്രമായിരുന്നു തുടക്കത്തിൽ ഇന്ദിരയ്ക്കൊപ്പം. പിൽക്കാലത്ത് ഇന്ദിര വിഭാഗത്തിന്റെ ശക്തനായ നേതാവായ K കരുണാകരൻ പോലും ആദ്യ ദിനങ്ങളിൽ ഇന്ദിരയ്ക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ഇന്ദിര ശക്തിയായതോടെ എല്ലാവരും അവരുടെ പക്കലേക്ക് ഓടി. ബ്രഹ്മാനന്ദ റെഡ്ഡിക്കൊപ്പം ഏറെക്കാലം ഉറച്ചുനിന്ന കേരളത്തിലെ AK ആന്റണിയും സംഘവും പോലും മറുകണ്ഠം ചാടി. ജനതാ സർക്കാർ ലോകസഭാംഗത്വം റദ്ദാക്കിയ ഇന്ദിരയ്ക്ക് മത്സരിക്കുന്നതിന് ചിക്ക്മാംഗ്ലൂർ വിട്ടുകൊടുത്തു എന്ന പേരിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോലും അദ്ദേഹം രാജിവെച്ചു. കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ ഇന്ദിരപക്ഷം ചേരുന്നത് കണ്ട അദ്ദേഹം നിരുപാധികം ഇന്ദിരയ്ക്കൊപ്പം എത്തി. അന്ന് ഇന്ദിര ക്യാമ്പിലെ നേതാവായിരുന്ന കർണാടക മുഖ്യമന്ത്രി ദേവരാജ് അർസിനെ ഇന്ദിര ഒതുക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് തങ്ങളുടെ സംഘടനയുടെ നേതാവാക്കാൻ നോക്കി ഔദ്യോഗിക ഗ്രൂപ്പുകാർ. പക്ഷേ ഇന്ദിരയുടെ മാസ്മരഗതിയിൽ ജനം അവർക്കൊപ്പമായി പോയി. കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ ഇന്ദിരയെ പോലുള്ള ഒരു നേതാവ് ഇന്ന് കോൺഗ്രസ് ഇല്ല എന്നത് വല്ലാത്ത യാഥാർത്ഥ്യമാവുകയാണ്. 2 വട്ടം മോദിയോട് തോറ്റ് നേതൃത്വത്തിലുള്ള വിശ്വാസം ചോരുകയാണ്. ഇക്കൂട്ടത്തിൽ നിന്നാൽ രക്ഷയുണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നു. മിക്കവാറും സംസ്ഥാനങ്ങളിലും നേതാക്കൾ മടുത്ത മട്ടാണ്. ദേശീയ തലത്തിൽ പ്രതീക്ഷ ഉണർത്തിയ ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലുള്ള നേതാക്കന്മാരെ നിഗ്രഹിക്കുകയായി. സച്ചിൻ പൈലറ്റും പ്രഭകെട്ട് നിൽക്കുന്നു. നെഹ്റു കുടുംബത്തിനാകട്ടെ പഴയ ജനവശീകരണ ശേഷിയും ഇല്ലാതായി. ഇന്നത്തെ നേതൃത്വത്തിന്റെ കീഴിൽ ഒരു തിരിച്ചുവരവ് കോൺഗ്രസിന് അസാധ്യം എന്ന മട്ടിലാവുകയാണ് കാര്യങ്ങൾ. ഇന്ദിരയുടെ ഓർമ്മയുണർത്തുന്ന പ്രിയങ്ക ഗാന്ധി നേരിട്ട് നയിക്കുന്ന ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പടവലങ്ങ പോലെ കിഴക്കോട്ടാണ് വളരുക. അവിടെ BJP വിരുദ്ധർ കോൺഗ്രസിന്റെ കൂട്ടുപോലും ആഗ്രഹിക്കുന്നില്ല. ബീഹാറിലെ ലല്ലു യാദവ് മാത്രമാണ് ഇത്തിരി ആദരം കാണിക്കുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലല്ലു സഖ്യത്തിനുണ്ടായ തിരിച്ചടിയുടെ കാരണം കോൺഗ്രസിന് കൊടുത്ത സീറ്റുകളുടെ ആധിക്യമായിരുന്നു എന്ന വിമർശനം വന്നതാണ്. പിന്നീട് വന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ DMK കോൺഗ്രസിനെ വല്ലാതെ ഒതുക്കിയതോടെ തമിഴ്നാട്ടിൽ സ്റ്റാലിനും വിട്ടു. UP-യിൽ അഖിലേഷിനും കോൺഗ്രസിനെ വേണ്ട. ശക്തമായ നേതൃത്വമില്ലാത്തതാണ് ഇത്തരം വിമത ശബ്ദങ്ങൾക്ക് കാരണം. രാഹുൽ ഗാന്ധിയുടെ വികൃതികൾ വല്ലാതെയാകുന്നുണ്ട്. 5 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടനെ അദ്ദേഹം 2 ആഴ്ച വിദേശത്തേക്ക് മുങ്ങി. തിരിച്ചെത്തിയെങ്കിലും ആ മുങ്ങൽ വല്ലാത്ത പേരുദോഷമുണ്ടാക്കുന്നു. തരൂരിനെ പോലുള്ളവർ ആവേശം കാണിക്കുന്നത് കോൺഗ്രസിലെ നേതൃത്വത്തിന്റെ കരുത്തില്ലായ്മ കൊണ്ടാണെന്ന് കരുതാൻ ന്യായങ്ങൾ ഏറെയാണ്. അതുകൊണ്ട് സുധാകരൻ കണ്ണുരുട്ടിയാൽ തരൂർ മുട്ടുമടക്കാനിടയില്ല. പക്ഷേ സുധാകരൻ വിട്ടുകൊടുക്കാൻ ഇടയില്ല. രാജീവ് ഗാന്ധി അയച്ച KR നാരായണൻ എന്ന വിശ്വപൗരനെ CPM കോട്ടയായ പാലക്കാട് മത്സരിപ്പിച്ച് കരുണാകരന്റെ ശിഷ്യനാണ് സുധാകരൻ. ഇടതുകാരുടെയും അവരുടെ സ്തുതിപാഠകരായ വിപ്ലവകാരുടെയും വായ്ത്താരികൾക്ക് മുന്നിൽ സുധാകരൻ തന്റെ നിലപാടിൽ വെള്ളം ചേർക്കില്ല എന്ന് ഓരോ ദിവസവും തെളിയിക്കപ്പെടുന്നു. കോൺഗ്രസുകാർക്ക് ആരെയും ഭയപ്പെടാതെ കേരളത്തിൽ ആത്മവിശ്വാസത്തോടെയും തന്റെടത്തോടെയും ജീവിക്കുവാനാവുമെന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം. കണ്ണൂരിൽ പയറ്റി തെളിയിച്ച അതിജീവന ഗാഥ കേരളത്തിലാകെ പടർത്തുന്നു. CPM ഭയപ്പെടുന്നുണ്ട്. കൊച്ചി മഹാരാജാസ് കോളേജിൽ ഉറങ്ങിക്കിടന്ന SFI പ്രവർത്തകനെ വിളിച്ചുണർത്തി വെട്ടിക്കൊന്നിട്ട് പ്രതികരിക്കാതിരുന്നവർ ഇടുക്കിയിൽ കോളേജ് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നടന്ന സംഘർഷത്തിലുണ്ടായ കൊലപാതകത്തെ തുടർന്ന് നാട്ടിലാകെ കോൺഗ്രസ് ഓഫീസുകൾ തല്ലി തകർത്തത് തന്നെ അടയാളം. സുധാകരനും വിട്ടുകൊടുക്കില്ല. ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.